ഹായ് എവരിവൺ, ഇതാണ് ദോശ ക്യാമ്പ്. എന്താ ദോശ ക്യാമ്പ് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ദോശക്കടയാണിത്. ഇവിടെ ദോശ എന്നാണല്ലോ പറയുന്നത്, ദോശ ക്യാമ്പ്. അതായത് ബാംഗ്ലൂരിൽ ജയനഗറിലുള്ള 4th ബ്ലോക്കിൽ ഉള്ള ഒരു കടയാണ്. ഭയങ്കര റഷായിട്ടുള്ള ഫേമസ് ആണ് ഇവിടുത്തെ ദോശ കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ് ദോശ കഴിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം, ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാ ഈ ഐറ്റംസ് എല്ലാം, ദോശ കൂടാതെ ഈ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ചാട്സൊക്കെ നല്ല ചൂടായിട്ട് പോകുന്നുണ്ട്. ചാട്സ് അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. സാറ്റർഡേയും സൺഡേയും സം സ്പെഷ്യൽ ദോശസ് അവൈലബിൾ ആണ്. തേഴ്സ്ഡേയ്സിലും ട്യൂസ്ഡേയ്സിലും സം ദോശ, അതൊന്നും നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. ഇന്നുള്ള ദോശയുടെ ലിസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗീ ദോശ അല്ല, ഗോൾഡ് ആൻഡ് സിൽവർ ദോശ. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ കണ്ടത്. ഗോൾഡ് ദോശയും സിൽവർ ദോശ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇത് കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക്. ദോശ മാത്രമല്ല കേട്ടോ, നല്ല ചൂട് ചായ, കോഫി, സ്നാക്സ്, സാൻഡ്വിച്ചുകൾ, ജ്യൂസുകൾ, ഫലൂഡ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ദോശയുടെ ഏത് ദോശ എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കൂപ്പൺ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ലൈവായിട്ട് ദോശ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ഈ ദോശ ബാറ്റർ എടുത്തിട്ട് ഒരേ ടൈമിൽ തന്നെ പല വെറൈറ്റി ദോശകൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനം എന്താ സംഭവം മനസ്സിലായോ? ഇത് സിൽവർ ദോശയുടെ മുകളിൽ ഇടാനുള്ള സിൽവർ ഫോയിലാണ്. ഇതിങ്ങനെ ഇവർ പൊട്ടിച്ചെടുത്തിട്ട് ഒരു ചെറിയ തിൻ ലെയറാണ്, അതിങ്ങനെ ദോശയുടെ മുകളിലേക്ക് ഇടും. അങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. ഈ ദോശയ്ക്കും ഫില്ലിങ്സിനും കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഫില്ലിങ്സിനകത്ത് നിറയെ നട്ട്സും മസാലയും കാണും, നിറയെ നട്ട്സും ഉണ്ട്. അങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. ഇതാണ് ആ ഫോയിൽ, കണ്ടില്ലേ ഭയങ്കര തിന്നാണ്. അത് ആ ദോശ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇടും. ഇവിടുത്തെ സ്പെഷ്യലാലിറ്റി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ കടകളിലൊക്കെ ദോശയ്ക്ക് ഒന്ന് എണ്ണയായിരിക്കുമല്ലോ ഒഴിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, പാക്കറ്റിൽ പൊട്ടിച്ചങ്ങ് ഒഴിച്ചിരിക്കുകയാണിത്. ഒരു പാക്കറ്റൊക്കെ ഇത്രയും ദോശയ്ക്ക് മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഫിൽഡാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റും ആ ക്രിസ്പിനെസ്സും വരുന്നത്. പിന്നെ മസാല റെഡ് കളർ പേസ്റ്റ് പോലെ തേച്ചിരിക്കുന്നില്ല, അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. അതൊരു സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ സിൽവർ ദോശ റെഡി ആയി കണ്ട. ഇതിൻ്റെ പുറത്തേക്ക് ആ ഫോയിൽ ഇട്ടിട്ട് കുറച്ച് ബട്ടറും കൂടി ഇടുമ്പോൾ സിൽവർ ദോശ ഈസ് റെഡി. 149 റുപ്പീസാണ് സിൽവർ ദോശയ്ക്ക് വരുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ദോശകളാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ദോശയാണ്. നല്ല ടേസ്റ്റി, ക്രിസ്പി. അപ്പോൾ സീ യു ലേറ്റർ.